അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം, നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് സന്ദർശനത്തിന് വേണ്ടി പോയി. അങ്ങനെ അവിടെ എത്തി അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം ആ നാട്ടുകാരും ആ ഭരണകൂടവും കൊടുത്തു. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെ അദ്ദേഹം പോയി. അങ്ങനെ അതിനുശേഷം അവർ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും ചെയ്തു. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം, ഈ വിഷയത്തിൽ ചില ആളുകൾ നമ്മൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദ്യം? ഇതാണോ ഇസ്ലാം? ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇസ്ലാം. വളരെ നല്ല കാര്യമാണ്. ആ മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ പൊളിച്ചെറിഞ്ഞ് പുറത്തേക്ക് ചാടണം, എന്നിട്ട് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പല രീതിയിൽ പല കമൻറ്റുകളാണ്. എന്താണ് വിഷയം ചോദിച്ചാൽ, നമുക്കറിയാം, UAE അദ്ദേഹം സന്ദർശിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവിടെ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണ രീതി, അതാണ് ഇവിടെ ചർച്ചാ വിഷയം. അതായത്, കുറേ റെഡിമെയ്ഡ് സ്ത്രീകളെ അണിനിരത്തിയിട്ട് ഒരു മുടി കൊണ്ടുള്ള മുടി ഡാൻസ് അവിടെ നടത്തപ്പെടുകയുണ്ടായി. ഇതിനെ പല രീതിയിലാണ് ആളുകൾ കാണുന്നത്. മനസ്സിലായോ? പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇപ്പോൾ അതിലുള്ള അത്ഭുതം, അതായത് എന്താണ് അതിലുള്ള കൗതുകം, അല്ലെങ്കിൽ അതിലുള്ള ഒരു കാണാനുള്ളൊരു ഭംഗി എന്താണ് ആ മുടി ഡാൻസിലുള്ളത്, എനിക്ക് മനസ്സിലാക്കുന്നില്ല. മുടി എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആണായാലും പെണ്ണായാലും പിന്നെ ഭംഗിയുള്ളൊരു വസ്തുവാണ്, കാണാൻ ഭംഗിയുള്ളൊരു വസ്തുവാണ്. അത് തലയിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകളോട് സ്വന്തം ശരീരത്തെ തലമുടി മറക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അന്യപുരുഷന്മാർ അവളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ ഇടവരരുത് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം മുടി എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും അത് ഭംഗിയുള്ളൊരു കാര്യമാണ്. പക്ഷെ അവിടെ നടത്തപ്പെട്ട ആ മുടി ഡാൻസ്, അത് എന്ത് ഭംഗിയാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ആഭാസം എന്നാണ് എനിക്ക് തോന്നിയത്. ആഭാസം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഛർദ്ദിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ. എന്ത് ഭംഗിയാലുള്ളത്? ഒരു ഭംഗിയില്ല. അറബികൾ, അതോടൊപ്പം ഇത് ചെയ്തത് അറബികളാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരുപാട് സംസ്കാരങ്ങൾ ഉള്ള ആളുകളാണ് അറബികൾ. നല്ല ഒരുപാട് സംസ്കാരത്തിൻ്റെ ഉടമകളാണ് അറബികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, സംസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് മുന്നിലാണ് അവർ. പല രീതിയിലും അവരുടെ സംഭാഷണ രീതികളൊക്കെ കേട്ടാൽ നമുക്ക് കൗതുകം തോന്നിപ്പോവും. നല്ല ആചാര മര്യാദകളുള്ള ആളുകളാണ് അവർ. പക്ഷേ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ അധപതിക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തേ പറഞ്ഞത്? ചില ആളുകൾ ചോദിക്കുന്നത് ഇതാണോ നിങ്ങളുടെ ഇസ്ലാം? ചില ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇസ്ലാം, അങ്ങനെയും പറയുന്നുണ്ട്. ഇതിനൊക്കെ നമ്മളാണ് പിന്നെ മറുപടി പറയേണ്ടത്. കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ, അവിടെ എങ്ങോട്ടോ നടന്ന ആ സംഭവത്തിൽ നമ്മൾ മറുപടി പറയാം. സോഷ്യൽ മീഡിയയിൽ അതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്തരം ആളുകളോട് ആമുഖമായിട്ട് പറയുവാനുള്ളത്, ഇതൊന്നും എന്തല്ല, ഇസ്ലാമികം അല്ല. ഇസ്ലാമിൻ്റെ മേൽ അത് വെച്ച് കെട്ടരുത് ദയവായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ മതത്തെ ക്രോശിക്കരുത്. അതാണ് വിനീതമായിട്ട് പറയുവാനുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? തറക്തു ഫീക്കും അംറൈൻ,
ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി. ഞാൻ നിങ്ങളിലേക്ക് 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി. എന്താണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് പരിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് പ്രവാചകന്റെ ചര്യകൾ, മാതൃകകൾ. ആ 2 കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരുന്ന പക്ഷം, പകർത്തുന്ന പക്ഷം, ലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും തന്നെ വഴിപിഴച്ചു പോവുകയില്ല, നിങ്ങൾ ദുർമാർഗത്തിലാവുകയില്ല. അതാണ് ശരിയായ വഴി. അപ്പം അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിനെ ഖുർആനെയും സുന്നത്തിനെയും നബിചര്യയെയും. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അല്ല നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും നാടിലേക്ക് നോക്കണം, ഏതെങ്കിലും വ്യക്തിയിലേക്ക് നോക്കണം, ആ വ്യക്തിയെ നിങ്ങൾ പിൻപറ്റണം എന്നിവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് അത്തരം ആളുകളോട് വിനീതമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ ലോകത്തൊരു രാജ്യവും 100% ഇസ്ലാമികം അല്ല. മുസ്ലിം രാഷ്ട്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുപാട് അറബി രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊന്നും തന്നെ 100% ഇസ്ലാമികം ആണ് എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഒരുപാട് അനാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വേണ്ടാത്ത അനുഷ്ഠാനങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. എന്തിനാണ് നമ്മുടെ കേരളത്തിൽ വരെ, കേരള മുസ്ലിങ്ങൾക്കിടയിൽ വരെ വേണ്ടാത്ത ഒരുപാട് അനാചാരങ്ങൾ, അനിസ്ലാമിക കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം ആളുകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും മതത്തെ വിലയിരുത്തരുത്. മനസ്സിലായി? അതാണ് വിനീതമായിട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രമാത്രം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.